السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على نبينا وعلى آله وأصحابه أجمعين. وبعد اتقوا الله عباد الله والعاقبة للمتقين. ജവലിൻ സത്യവിശ്വാസികൾ ഒരിക്കൽ സൗഹാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു താബിഈ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എനിക്ക് ഒരു അമല് പഠിപ്പിച്ചത് അള്ളാഹു എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു അമൽ, ആ ഒരു അമൽ എനിക്ക് പഠിപ്പിച്ചു തരിക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മിണ്ടാതിരിക്കുകയാണ്. അതല്ലെങ്കിൽ അതല്ലെങ്കിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമൽ. ഈ രണ്ട് രീതിയിലാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇപ്പോൾ സൗഭാഗ്യത നിശബ്ദത പാലിക്കുന്നു. വീണ്ടും ഈ ചോദ്യകർത്താവ് ചോദിക്കുന്നു. വീണ്ടും സൗഭാഗ്യത നിശബ്ദനായി. മൂന്നാമതും ചോദിക്കുമ്പോഴാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗഭാഗ്യത പറഞ്ഞു കൊടുത്ത ഒരു വചനം സൗഭാഗ്യത ഇദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു. നീ ധാരാളമായിട്ട് സുജൂദ് അധികരിപ്പിക്കുന്നു. ഒരു സുജൂദ് അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നീ ചെയ്യുമ്പോൾ അള്ളാഹു സുജൂദ് മുഖേന നിനക്ക് ഒരു ദറജ ഉയർത്തുകയും അതുപോലെ തന്നെ നിന്റെ ഒരു പാപം പുറത്തു നൽകുകയും ചെയ്യുന്നു. മുഖമെടുത്തുകൊണ്ട് നമസ്കാരത്തിനായി വീട്ടിൽ നിന്ന് മുഖമെടുത്തുകൊണ്ട് പള്ളിയിലേക്ക് വരുമ്പോൾ ഇതേ പ്രതിഫലം നമ്മൾ കേട്ടിട്ടുണ്ട്. ഓരോ കാലടിക്കും ഒരു കാലടി അള്ളാഹുവിന്റെ ഒരു ദറജ ഉയർത്തുകയും മറ്റേ കാലടി പടരും പാപം ഓർക്കുകയും ചെയ്യുന്നു. ഈ ദറജ ഉയരുക എന്നതുകൊണ്ട് ഉദ്ദേശം ഉലമാക്കൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സ്വർഗത്തിലെ ഉള്ള നമ്മളുടെ ദറജയും ഓരോ ദറജയും ആകാശഭൂമികളോളം വിശാലമാണ്. ഇങ്ങനെയുള്ള ദറജ ഉയരുന്നതിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. പുറത്ത് ചെറിയ ഒരു പ്രതിഫലമല്ല, അത് വളരെ വലിയ വിശാലമായി നമുക്ക് ഊഹിക്കാൻ സാധിക്കാത്ത വലിയ ഒരു പ്രതിഫലമാണ് ഈ സുജൂദ് കൊണ്ടും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ് മുഖമെടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് മുഖമെടുത്തുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു വരിക എന്ന് പറയുന്ന ഈ രണ്ടു അമലുകളിലൂടെ നമുക്ക് ലഭിക്കാനുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിൽ നിന്നും വളരെ അകലെ പള്ളിയിലുള്ള ഒരു സഹാബിയെയും ചോദിക്കുന്നുണ്ട്, ഒരു കുതിരപ്പുറത്തോ അല്ലെങ്കിൽ ഒരു സഹാബിയോട് ചോദിക്കുന്നത്, നിങ്ങൾക്കൊരു ഒരു വാഹനപ്പുറത്ത് വന്നുകൂടി ഇത്രയും അകലിൽ നിന്നും കടന്നു വരുന്ന സഹാബിയോട് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇതൊരു വലിയ അമലായിട്ട് കാണുമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ശരിവെക്കുകയാണ്. അത്രയും അകലെ നിന്ന് പള്ളിയിലേക്ക് നടന്ന് വരാൻ സന്നദ്ധനായ ഒരു സഹാബി ശരിവെക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ തരത്തിലുള്ള അമലുകൾ നമ്മൾ അതിനെ തേടി പിടിച്ച് ഇത് കേൾക്കുക എന്നത് മാത്രമല്ല, ഇത് നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കുക. സുജൂദുകൾ അധികരിക്കുക എന്നുള്ളത്, നമസ്കാരങ്ങൾ അധികരിക്കുക എന്നതുകൊണ്ട് തന്നെയാണ് ഉദ്ദേശം. അല്ലാഹുവിനോട് നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് സുജൂദ് എന്നതുകൂടി നമ്മൾ ഓർക്കുക. ഈ ദുനിയാവിൽ അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു അവസരം അത് സുജൂദാണ്. അപ്പോൾ ആ സുജൂദിൽ പ്രാർത്ഥനകൾ നിങ്ങൾ ധാരാളമായി അധികരിപ്പിക്കുക എന്നും പറഞ്ഞതായി കാണാം. അപ്പോൾ അതിന്റെ കാര്യം പരമാവധി ജീവിതത്തിൽ പകർത്തുവാൻ നമ്മൾ പരിശ്രമിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനല്ലാഹി വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.